വി എസിന്റെ സന്തത സഹചാരി പി എസ് സുരേഷ് നമ്മോടൊപ്പമുണ്ട്. സുരേഷേട്ടാ, എങ്ങനെയാണ് വി എസിന്റെ ഒരു വിയോഗം? തീർച്ചയായും ആയിരക്കണക്കിന് മലയാളികൾ കേരളത്തിനകത്തും പുറത്തും വേദനിക്കുന്നത് പോലെ ഞാനും വ്യക്തിപരമായിട്ട് വേദന അനുഭവിക്കുന്നു. വി എസ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ 5 കൊല്ലമായി വി എസ് രാഷ്ട്രീയ രംഗത്ത് സജീവമില്ല. പക്ഷെങ്കിലും ആ 5 കൊല്ലം വി എസ് അവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ കേരളത്തിന്റെ കാവലായി മണ്ണിനും മനുഷ്യനും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനും പരിസ്ഥിതി രാഷ്ട്രീയത്തിനും ഹരിത രാഷ്ട്രീയത്തിനും അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു സഖാവ് നമുക്കൊരു കാവലായി. സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ വി എസ് ഉണ്ടല്ലോ എന്ന് കരുതി ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്കറിയാം. സ്ത്രീ പീഡകർക്കെതിരെ, അതുപോലെ തന്നെ മണ്ണ് മാഫിയക്കെതിരെ, കോറി മാഫിയക്കെതിരെ, സർവ്വ മാഫിയക്കെതിരെ വി എസ് പോരാടിയിട്ടുണ്ട്. ആ വി എസിന് കേരളത്തിന് ആവശ്യമായിരുന്നു. വി എസ് ജീവിച്ചിരിക്കേണ്ടത് കേരളത്തിന് അനിവാര്യമായിരുന്നു. കേരളത്തിന്റെ കാവലായി വി എസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഞാൻ. വി എസിന്റെ സ്നേഹപൂർവ്വമായ ശാസനകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, വി എസ് ദേഷ്യപ്പെടാറുണ്ട്, ഏതൊരു മനുഷ്യനെ പോലെ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ ശാസിക്കത്തക്ക ഒരു വിഷയം എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് മുഖത്തിലൂടെ. ആരെയും അങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വി എസ് ഉപയോഗിക്കാറില്ല. പ്രസംഗത്തിലൂടെ പല രാഷ്ട്രീയ എതിരാളികളെയും ആക്രമിക്കുമെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്രയോഗം വി എസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ അത് കടിച്ചമർത്തിക്കൊണ്ട് വി എസ് സ്വയം അത് അനുഭവിക്കാനും ഒരു സ്ഫുടം ചെയ്തെടുത്ത മനസ്സാണ്. കാരണം ഒരുപാട് ജീവിതാനുഭവങ്ങളും രാഷ്ട്രീയ അനുഭവങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന നേതാവാണ്.